നാവായിക്കുളത്ത് ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ് വലിയൊരു അപകടമുണ്ടായിരിക്കുന്നു. 4 വിദ്യാർത്ഥികൾക്ക് ഗുരുതര പരിക്കുണ്ട്. സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിലാകെ ഉണ്ടായിരുന്നത് 42 വിദ്യാർത്ഥികളാണ്. സുനിൽ ഐസക് അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകാൻ നമ്മോടൊപ്പം ഉണ്ട്. സുനിൽ, രാവിലെ തന്നെ നമുക്ക് അങ്ങേയറ്റം ദുഃഖകരമായൊരു വാർത്ത പ്രേക്ഷകരെ അറിയിക്കേണ്ടി വരുന്നു എന്നുള്ളത് സങ്കടം നിറഞ്ഞൊരു കാര്യമാണ്. ഇതിപ്പോൾ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ്. ഈ 4 വിദ്യാർത്ഥികളുടെ നില സംബന്ധിച്ച് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? സുനിൽ, ഇന്ന് പുലർച്ചെ 3:30 അപകടം ഉണ്ടാവുന്നത്. വിഴിഞ്ഞം പോർട്ടിലേക്ക് പഠനാവശ്യത്തിന് പോവുകയായിരുന്ന തൃശൂർ സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കല്ലമ്പലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നാവായിക്കുളം എതുക്കാട് വെച്ചാണ് അപകടമുണ്ടാവുന്നത്. ബസ്സിലാകെ 42 വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. ഈ ബസ് നിയന്ത്രണം വിട്ട ബസ് റോഡിൽ നിന്ന് താഴേക്ക് മറിയുകയായിരുന്നു. 2 തവണ ബസ് മലക്കം മറിഞ്ഞു എന്നാണ് നമുക്ക് പരിസരവാസികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിനുശേഷം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ഒരു വീടിനോട് ചേർന്നാണ് ബസ് വന്നു നിൽക്കുന്നത്. ഒരുപക്ഷെ വീടിനുള്ളിൽ ആളുകളും മറ്റും ഉണ്ടായിരുന്ന വീടാണ്. കൂടുതൽ അപകടങ്ങൾ ഒരുപക്ഷെ സംഭവിച്ചേനെ. എന്തായാലും ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായ നിഗമനം. എന്തായാലും ഗുരുതരമായി പരിക്കേറ്റ 4 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ഉൾപ്പെടെ 4 പേർക്ക്. അസിസ്റ്റന്റ് പ്രൊഫസർ നോയൽ വിൽസൺ, വിദ്യാർത്ഥി ക്രിസ്റ്റോപോൾ എന്നിവരടക്കം 4 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. 12ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കുണ്ട്. വലിയ ഗുരുതരമായ പരിക്ക് അല്ല ഈ 12 പേരുടേത്. അവരെ കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ചികിത്സ നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറും മറ്റു 3 വിദ്യാർത്ഥികൾക്കും ഗുരുതരമായി പരിക്കുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല ഡ്രൈവർക്കും സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ടെന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തിയത്. പിന്നാലെ തന്നെ കല്ലമ്പലം പോലീസ് എത്തി, ഫയർഫോഴ്സ് എത്തി. ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ഈ വാഹനത്തിനുള്ളിൽ കുടുങ്ങിപ്പോയ വിദ്യാർത്ഥികളെ പുറത്തേക്ക് എത്തിച്ചത്. ഈ അപകടം നടക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പലരും ഇതിനുള്ളിൽ കുടുങ്ങിക്കിടന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അവരെ ഫയർഫോഴ്സും മറ്റുമൊക്കെ എത്തിയാണ് വളരെ സാഹസികമായി തന്നെയാണ് രക്ഷപ്പെടുത്തിയെന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും നിലവിൽ ഒരു അധ്യാപകനടക്കം. സുനിൽ, അതായത് പുലർച്ചെ ഉണ്ടായ അപകടമാണ്. രക്ഷാപ്രവർത്തനമൊക്കെ വളരെ പെട്ടെന്ന് നടന്നിരുന്നോ? തീർച്ചയായും ഈ ബസ് മറിഞ്ഞ വലിയ ശബ്ദത്തോടു കൂടിയാണ് ബസ് മറിഞ്ഞത്. മാത്രമല്ല വിദ്യാർത്ഥികളും മറ്റും ഈ ബസ്സിനുള്ളിൽ നിന്ന് വലിയ ശബ്ദത്തിൽ കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ പരിസരത്തൊക്കെ അത്യാവശ്യം ആൾതാമസമൊക്കെ ഉള്ള സ്ഥലമാണ്. ഒരു വീടിന്റെ മുറ്റത്തേക്കാണ് ബസ് മറിയുന്നത്. ഈ കുട്ടികളുടെയും മറ്റും കരച്ചിലും ബസ് മറിയുന്ന ശബ്ദവും ഒക്കെ കേട്ട് പുലർച്ചെ തന്നെ ആളുകൾ ഓടിയെത്തി. അവരാണ് പോലീസിൽ വിവരം അറിയിക്കുന്നത്, ഫയർഫോഴ്സിനെ അറിയിക്കുന്നത്. ഇവരെല്ലാവരും കൂടി എത്തിയാണ്. ആദ്യം തന്നെ നാട്ടുകാർ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് തുടക്കമിട്ടിരുന്നു. പിന്നാലെയാണ് പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 4 പേർക്ക് മാത്രമാണ് ഗുരുതരമായി പരിക്കുള്ളത്. 12 പേർക്ക് ചെറിയ തോതിൽ പരിക്കുണ്ട്. മറ്റുള്ളവർക്ക് കാര്യമായ പരിക്കില്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്.